വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാം. സഹവർത്തിത്വമല്ലേ നമുക്ക് ആവശ്യം. ഇപ്പൊ ഒന്ന് ആലപിച്ചു എന്ന് കരുതിക്കൊണ്ട് സഹവർത്തിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സഹവർത്തിത്വം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണോ സഹവർത്തിത്വം? ആള് പള്ളിയിൽ പോയിട്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വെക്കാം. ശശികല ടീച്ചറുടെ പോസ്റ്റാണ്. ടീച്ചർ വേണ്ട. കാരണം ഇവരെയൊക്കെ ടീച്ചർ എന്ന് വിളിക്കാൻ ഇവരൊന്നും ഒട്ടും അർഹതപ്പെട്ട ആളുകളല്ല. നന്ദഗോവിന്ദം ഫജൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ കണ്ടതാണല്ലോ. അവരൊരു അമ്പല കമ്മിറ്റിയുടെ ഒരു പരിപാടിയിൽ അവരൊരു ക്രിസ്ത്യൻ പാട്ട് പാടിയെന്ന ഒരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. കാരണം അവിടെ ഇരിക്കുന്ന ആളുകൾക്കും കുഴപ്പമില്ല, ആ കമ്മിറ്റിക്കാർക്കും കുഴപ്പമില്ല, ആ നാട്ടിലുള്ള ആളുകൾക്കും കുഴപ്പമില്ല, വേറെ ആർക്കും കുഴപ്പമില്ല. ശശികല ഇവർക്ക് മാത്രമേ ടീച്ചറിനെ വിളിക്കുന്നില്ല. കാരണം ഇവരെയൊക്കെ ടീച്ചർ എങ്ങനെയാണ് വിളിക്കുന്നത്? ഇവരൊക്കെ എങ്ങനെയാണ് ടീച്ചർ ആവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരൊക്കെ പഠിപ്പിച്ച സ്കൂളിൽ, ഇവരൊക്കെ പഠിപ്പിച്ച ക്ലാസ് മുറിയിൽ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ അല്ലെങ്കിൽ മറ്റു മുസ്ലിം എന്നോ മറ്റു മതവിശ്വാസികളെന്നോ ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ തുല്യതയോടുകൂടി കണ്ടു പഠിപ്പിക്കുന്ന ആളുകളെയാണ് മാതാപിതാ ഗുരുവും ദൈവം എന്ന് പറയുമല്ലോ. അതുപോലെ എല്ലാവരെയും തുല്യതയോടുകൂടി പഠിപ്പിക്കുന്ന ആളുകളെ മാത്രമേ നമുക്ക് ഗുരു എന്ന് അല്ലെങ്കിൽ ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇവരെങ്ങനെയാണ് ടീച്ചർ? അതുകൊണ്ട് ഇവരെ ടീച്ചർ എന്ന് വിളിക്കുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പം നന്ദഗോവിന്ദൻ ഫജൻസുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വിഷയം നമ്മൾ കണ്ടതാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു പ്രോഗ്രാമാണ്, ഒരു ട്രൂപ്പാണ്. അപ്പം അവരുടെ ഈ പറഞ്ഞിട്ടുള്ള സംഗീതം കേൾക്കാൻ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഇത് സംഗീതമാണ്, അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങ് കണ്ടങ്ങ് കളയുക. അല്ലാതെ അവിടെ കയറിയിരുന്ന് മുസ്ലിം പാട്ട് പാടി, ഇവിടെ കയറിയിരുന്ന് ഹിന്ദു പാട്ട് പാടി എന്നൊക്കെ പറയുന്ന ആളുകളോട് ഇത് വർഗീയത കൊണ്ടിടുന്ന ഇത് ഇങ്ങനെയാണ്. വർഗീയവാദികളാണ് ഇതൊക്കെ യു പിയിലും ബീഹാറിലൊക്കെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളെ കേരളത്തിൽ വരെ ഇതൊക്കെ എത്തി. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ, ഈ ശൈലജയെ പോലെയുള്ള ആളുകളെയൊക്കെ കല്ലെറിഞ്ഞ് ഓട്ടിക്കണം. അതാണ് വേണ്ടുന്നത്. ഇവരെ പോലുള്ള വിഷം തുപ്പുന്ന വർഗീയവാദികൾ, മതങ്ങൾ തമ്മിലടിപ്പിക്കുന്ന ഇതുപോലുള്ള ആളുകളെയൊക്കെ കല്ലെറിഞ്ഞ് ഓട്ടിക്കണം. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി. എന്തിന് മനുഷ്യനാവണം, മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം. അവിടെ വർഗീയതയും അതുപോലെ മതങ്ങളും എല്ലാം കൊണ്ടിട്ട് മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന പരിപാടിയല്ലേ ഇവർ ചെയ്യുന്നത്. അപ്പം ഇവർ ഫേസ്ബുക്കിനകത്ത് ഇട്ടൊരു പോസ്റ്റ്, അത് ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള നന്ദഗോവിന്ദം ഫജൻസിൻ്റെ അവർ പാടിയിട്ടുള്ള ഒരു പാട്ടും ആ പാടാനിടയായിട്ടുള്ളൊരു സിറ്റുവേഷൻ, എന്തുകൊണ്ട് അവർ പാടി എന്നുള്ളൊരിത് അവർ തന്നെ പറയുന്നുണ്ട് അതിനകത്ത്. അതും കൂടെയൊക്കെ ഞാൻ ഒന്ന് വെച്ച് തരാം. അപ്പം ശശികല ടീച്ചർ ഇട്ടേക്കുന്നത്, ഇതുവരെ അവരെ ആരും അഭിനന്ദിച്ചിരുന്നില്ലേ? 10,000 മണിക്കൂറുകൾ അവരെ കാത്തിരുന്നത് നിന്ദിക്കാനായിരുന്നു. ഇവിടെ എവിടെയാണ് നിന്ദിച്ചത്? അവിടുത്തെ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് അത്രയും സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള, പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അവിടെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള, അത്രയും ആ പരിപാടിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളായിട്ടുള്ള കുറച്ച് ക്രിസ്ത്യൻസ് ആളുകൾ അവിടെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിയതിന് എവിടെയാണ് നിന്ദനായത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് സിനിമാ തിയേറ്ററിൽ പോയിരുന്നു മുസ്ലിംസിൻ്റെയും ഹിന്ദുക്കളുടെയും ഈ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻസിൻ്റെയൊക്കെ അടുത്ത് കയറിയിരുന്ന് നിങ്ങൾക്ക് സിനിമ കാണാമല്ലോ. അല്ലെങ്കിൽ പോട്ട് നമ്മൾ പൊതു സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ മനസ്സിൽ വിഷം കൊണ്ട് കിടക്കുന്ന ആളുകളോട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയി നിങ്ങൾക്ക് സാധിക്കാൻ മുട്ടി, രണ്ടിന് പോകാൻ തോന്നി, നിങ്ങൾ അവിടെ കക്കൂസിനകത്ത് കയറി ഇരുന്നിട്ട് നിങ്ങൾ നോക്കുമോ? മറ്റേ ഇല്ല സൂമിങ്, മറ്റേ ഇത് സൂക്ഷ്മ പരിശോധന ചെയ്ത് നോക്കുന്ന ലെൻസ് വെച്ച് നിങ്ങൾ നോക്കൂ, ഇത് ക്രിസ്ത്യൻസ് കയറി ഇരുന്ന് തൂറിയിട്ടുള്ള കക്കൂസാണോ, അല്ലെങ്കിൽ മുസ്ലിംസ് കയറി ഇരുന്ന് തൂറിയിട്ടുള്ള കക്കൂസാണോ, അതോ ഇനി വല്ല ഹിന്ദുക്കൾ കയറി ഇരുന്ന് തൂറിയിട്ടുള്ള കക്കൂസാണോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടാണോ നിങ്ങൾ തൂറുന്നത്? ആണോ? അല്ലല്ലോ. അപ്പോൾ അവിടെയൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഈ മുസ്ലിംസ്, ഹിന്ദുസ്, ക്രിസ്ത്യൻസ് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഒരു പാട്ട് പാടിയതിലാണ് നിങ്ങൾക്ക് കുഴപ്പം അല്ലേ? ബാക്കി കൂടെ ഞാൻ വായിക്കാം. ചെറിയ പ്രവാഹം അരുവിയാണ്, തോടാണ്, പുഴയാണ്. അവയൊക്കെ ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും ദാഹം മാറ്റാനും മനസ്സും ശരീരവും കുളിർപ്പിക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ പ്രവാഹത്തിന് ശക്തി കൂടിയാൽ അത് പലതിനെയും ഒഴുക്കിക്കളയും. ചൂരൽമലയിലേക്കോ
ചൂരൽ മലയിലൊക്കെ പ്രവാഹം ശക്തി കൂടിയതിന്റെ അനുഭവം എന്താണെന്ന് നമുക്കറിയാലോ. ചൂരൽ മലയുടെ കാര്യം നിങ്ങൾ പറയേണ്ട കാര്യമില്ല. നിങ്ങളെപ്പോലെ ഈ വിഷം തുപ്പുന്ന ആളുകൾ, നിങ്ങളെപ്പോലെ ഹൃദയമുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ചൂരൽ മലയിൽ അവിടെ മതവും ഈ പറഞ്ഞിട്ടുള്ള വർഗീയതയും ഒന്നും നോക്കാതെ എല്ലാ ആളുകളും തുല്യരായിട്ട് അവിടെ ഈ പറഞ്ഞിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നത്, രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെയൊന്നും ഒരു പ്രശ്നമില്ലല്ലോ അല്ലേ? അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നം നിങ്ങൾക്കില്ലായിരുന്നു. ശക്തി കൂടിയാൽ അത് പലതിനെയും ഒഴുക്കിക്കളയും. ചൂരൽമലയിലേക്ക് പ്രവാഹം ശക്തി കൂടിയതിന്റെ അനുഭവം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇരിക്കുന്ന കൊമ്പ് എത്ര ബലമുള്ളതാണെങ്കിലും സ്വയം മുറിച്ചാൽ അത് മുറിയാതിരിക്കില്ല. ഇനി ആശംസകൾ. എന്നിട്ട് ഒരു പോസ്റ്റ് കൂടെ വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ച് നന്ദഗോവിന്ദം ഭജൻസ് അഭിനന്ദന പ്രവാഹം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ തന്നെ അവർ എഴുതിയിരിക്കുന്നത് ചിക്കൻ മസാല നല്ലതാണ്, പക്ഷേ പായസത്തിൽ ഇടരുത്. ഒരു വീട്ടമ്മയുടെ ഉപദേശമാണ്. പാടിയ വരികൾ കമന്റിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ശശികല കൊടുത്തിരിക്കുന്നത്. ടീച്ചർ ഞാൻ വിളിക്കുന്നില്ല, കാരണം ഇവരെയൊന്നും ടീച്ചറിന് വിളിക്കാനെ കൊണ്ടുള്ളൊരു ഒരു അർഹതയും ഇവർ നേടുന്നില്ല. ഇനി ഞാനിവിടെ ഈ വിവാദമായിട്ടുള്ളൊരു ക്രിസ്ത്യൻ പാട്ടുണ്ടല്ലോ, അത് ഈ നന്ദ ഗോവിന്ദ ഭജൻസ് പാടുന്ന ഒരു ഇത് ഞാൻ ക്ലിപ്പ് കൂടെ വയ്ക്കാം. അതിന് മുമ്പ് അതെന്തുകൊണ്ട് അവർ പാടാൻ ഇടയായി എന്നുകൂടി അവർ അതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഇത്രയും വർഗീയത അല്ലെങ്കിൽ ഇത്രയും വിഷം കലർത്തി ഇതിനകത്തൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമാക്കേണ്ട കാര്യം എന്താണ്? ഇതൊരു സംഗീതത്തിന്റെ വഴിക്ക് അങ്ങ് വിട്ടാൽ പോരെ. എന്തായാലും ആ ഒരു ക്ലിപ്പും കൂടെ വെച്ചിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ കാരണവും റീസണും അവർ പറഞ്ഞിട്ടാണ് ആ ഒരു പാട്ട് പാടുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞ, അവിടെ ഉള്ള ആളുകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അവിടെ ഇരിക്കുന്ന ആളുകൾക്കോ അവിടുത്തെ അമ്പലം കമ്മിറ്റിക്കോ ആർക്കും ഒരു പ്രശ്നവുമില്ല. ആ പാട്ട് അവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും അത്രയ്ക്കും ആസ്വദിച്ച് കൈയടിച്ചിട്ടാണ് ആ ഒരു പാട്ട്, ആ ഒരു സംഗീതം കേൾക്കുന്നത് തന്നെ. പിന്നെ എന്തിനാണ് ഇവർക്ക് കുരു പൊട്ടുന്നത്? നിങ്ങളന്ന് കണ്ടുപോകെ. LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്ക് അവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. ഇപ്പം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും. ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ? സത്യം പറഞ്ഞത് കേട്ട് നിന്നിട്ട് വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. ചുമ്മാ അല്ല, ഇത് ആളുകൾ ഇവരെ സംഗീതം കേൾക്കാൻ കൊണ്ട് പോകുന്നത് തന്നെ അത്ര അഡിക്ഷനായി പോകും. ഭയങ്കര ഒരു ഫീൽ തന്നെ കേട്ടോ. എന്ത് മനോഹരമായിട്ടാണ് പാടിയേക്കുന്നത് അല്ലേ? അത് അവിടെ ഇരിക്കുന്ന ആളുകൾ എന്ത് മനോഹരമായിട്ട് പാടിയേക്കുന്ന ഈ ഒരു സംഗീതത്തിന് അത്രയ്ക്കും ആളുകൾ കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ പറയുന്നുണ്ട് അവിടെ ഉള്ള ആളുകൾ അത്രയും സഹായം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടെങ്കിലും പാടാതെ പോയി കഴിഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതാണ്. ആ നാട്ടിലുള്ള ആളുകൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ പാർക്കിങ്ങിന് സൗകര്യത്തിന് വേണ്ടിയിട്ട് വണ്ടികളും ഒരുപാട് ആളുകൾ ഇവരെ സംഗീതം കേൾക്കാനെ കൊണ്ട് ഒരുപാട് ആളുകളാണ് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. അപ്പം അത്രയും ആ ഒരു പരിപാടി മനോഹരമാക്കാൻ അവിടെയുള്ള നാട്ടുകാർ വരെ അതിനെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പം അവർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിയിൽ എന്താണ് ഇത്ര തെറ്റ്, എന്താണ് ശശികലയ്ക്ക് ഇത്ര തെറ്റെന്നാണ്, ഇത്ര കുരു പൊട്ടാനുള്ള കാര്യം എന്നാണ്. അപ്പം ഇവരെ മനസ്സിൽ വർഗീയതയാണ്, വർഗീയ വിഷമാണ് ഇവരെ മനസ്സിനകത്ത് കയറ്റി വെച്ചേക്കുന്നത്.
ഇവിടെ നമുക്കറിയാം ഇപ്പം നബിദിന ഇപ്പം കഴിഞ്ഞ നബിദിനത്തിന് ഞാൻ വാർത്തയിൽ കണ്ടതാണ് പല സ്ഥലങ്ങളിലും നബിദിന റാലി പോകുന്ന സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾ അമ്പലത്തിൽ അവർ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നബിദിന റാലിയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ദാഹിച്ച് അല്ലെങ്കിൽ ആ ചൂടത്ത് റാലി നടത്തിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും വെള്ളം കൊടുക്കുന്നത്, വെള്ളവും ആഹാരം കൊടുക്കുന്നത് ഞാൻ വാർത്തകളിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് മത സൗഹാർദ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മതത്തിന്റെ പേരും പറഞ്ഞു, മനുഷ്യരുടെ പേരും പറഞ്ഞു, കളറിന്റെ പേരും പറഞ്ഞു, വർഗീയത പരത്തുന്ന, വർഗീയത തുപ്പുന്ന ഇതുപോലുള്ള ഈ ശശികല ഈ ടീംസിനെയൊക്കെ ഉണ്ടല്ലോ കല്ലെറിഞ്ഞ് ഓടിക്കണം. ഇവരൊക്കെ നമ്മളെ കേരളത്തിലല്ല ജീവിക്കേണ്ടത്. ഇവരൊക്കെ ജീവിക്കേണ്ടത് വല്ല UP-യിലോ വല്ല ബീഹാറിലോ അങ്ങനെയുള്ള നാട്ടുകളിലാണ് ഇവരൊക്കെ ജീവിക്കേണ്ടത്. എന്നാലും ഞാൻ ഇതിനൊക്കെ അടിയിൽ വന്നൊരു കമന്റ് ഞാൻ വായിക്കാം. ജോബിൻ ജാക്കോബ് ഇല്ലിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഇട്ടേക്കുന്ന കമന്റാണ്. അയാൾ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അയാൾ പറഞ്ഞേക്കുന്നത്. തങ്ങളുടെ പ്രോഗ്രാം നടത്തുവാൻ പള്ളി ഗ്രൗണ്ട് നൽകാം എന്ന് പറഞ്ഞ് തങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ വരുന്നവർക്ക് കാർ പാർക്ക് ചെയ്യുവാനായി പള്ളി ഗ്രൗണ്ട് വിട്ടു നൽകിയ പള്ളി കമ്മിറ്റിയോടുള്ള നന്ദി സൂചകമായി നന്ദഗോവിന്ദം ഭജൻസ് ടീം അവരുടെ ഭജൻ പാടുന്നതിനിടെ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിയത് കേട്ടു. അതിഷ്ടമാകാതെ അവർക്കെതിരെ വാളെടുക്കുന്നവരോടാണ്. ഇവിടെ ഈ മണ്ണിൽ പാട്ടുകളുടെ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭായി. ശബരിമലയിൽ അയ്യപ്പൻ ഇറങ്ങുന്നത് ഒരു ക്രിസ്ത്യാനി പാടുന്ന ശബരിമലയിൽ അയ്യപ്പൻ ഉറങ്ങുന്നത് ഒരു ക്രിസ്ത്യാനി പാടുന്ന പാട്ട് കേട്ടാണ്. ശരിയല്ലേ? രാമ 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 ജാനകി ജാനേ രാമ ജാനകി ജാനേ കഥന നിദാനം നാഹം ജാനേ. ഇതിൽ തെറ്റുണ്ടേ പറയണ, കാരണം എനിക്ക് ഈ പാട്ട് എനിക്ക് അറിയത്തില്ല. ഇവിടെ എഴുതിയേക്കുന്ന വരികളാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. എന്ന് എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ എന്ന എക്കാലത്തെയും മികച്ചവയിൽ ഒന്നായ ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിയ ആളുടെ പേര് KS ചിത്ര എന്നാണ്. ശരിയല്ലേ? ശ്രീരാമനാമം ജപസാര സാഗരം ശ്രീപാദ പത്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടും ആത്മാവിൻ ബ്രാക്കറ്റിൽ നാരായം എന്ന് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് അറിയത്തില്ല. അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേരെ. എന്ന പാട്ടിന് ജീവനേകിയ ആളുടെ പേര് ജോൺസൺ മാസ്റ്ററാണ്. കണ്ടില്ലേ? കരുണാമയനെ ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കരുണാമയനെ കാവൽ വിളക്കി കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ എന്നെഴുതിയ മനുഷ്യന്റെ പേര് ഗിരീഷ് പുത്തഞ്ചേരി എന്നായിരുന്നു. ഇതെല്ലാം മാറ്റണം. ഇനി മുതൽ ഒരു പാട്ട് എഴുതുന്നവനും പാടുന്നവനും സംഗീതം നൽകുന്നവനും ഒരേ ജാതിയും മതവും ആകണമെന്ന നിയമം കൊണ്ടുവരണം. ഇതെല്ലാം കൊണ്ടും വന്നിട്ട് പോരെ പാട്ടുകളുടെ ഇടയിലും മതം തിരികെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ ആണെങ്കിൽ നമ്മുടെ പബ്ലിക്കിൽ നടക്കുന്ന കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് അവിടെ മുസ്ലിംസ് മാത്രം മതി. അവിടെ മുസ്ലിംസിന്റെ കല്യാണത്തിന് മുസ്ലിംസ് മാത്രം മതി. ഹിന്ദുക്കളുടെ കല്യാണത്തിന് ഹിന്ദുക്കൾ മാത്രം മതി. ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിന് ക്രിസ്ത്യൻസ് മാത്രം മതി. അതുപോലെ ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് KSRTC ഒരു ബസ് മുസ്ലിംസിന് കൊടുക്കട്ടെ, ഒരു ബസ് ക്രിസ്ത്യൻസിന് കൊടുക്കട്ടെ, ഒരു ബസ് ഹിന്ദുക്കൾക്ക് കൊടുക്കട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ശശികല ടീച്ചറിന്റെ ഈ ആഗ്രഹം പോലെ അങ്ങനെ ആയിക്കോട്ടെ. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പബ്ലിക് സ്ഥലങ്ങളിൽ പോകുമ്പം ഈ പറഞ്ഞിട്ട് മാളുകൾ, ഷോപ്പിംഗ് മാളുകൾ, പബ്ലിക് സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് ബാത്റൂം യൂസ് ചെയ്യുന്നത് അത് അവിടെ എഴുതി ഒട്ടി ഇത് മുസ്ലിംസിന്റെ കക്കൂസാണ്, ഇവിടെ കയറി സാധിക്കരുത്. ഇത് ക്രിസ്ത്യൻസിന്റെ കക്കൂസാണ്, ഇവിടെ കയറി സാധിക്കരുത്. ഇത് ഹിന്ദുക്കളുടെ കക്കൂസാണ്, ഇവിടെ കയറി സാധിക്കരുത് എന്നൊരു എഴുത്തും എഴുതി അവിടെ ഒട്ടിക്കാം. എന്നാ അല്ലേ? നല്ലതായിരിക്കും അല്ലേ? ബാക്കിയും കൂടെ വായിക്കാം. അതുവരെയെങ്കിലും ഇവിടെയുള്ളവർ പാട്ടുകളുടെ പിന്നിലെ പേരുകളിലെ മതം ചികഞ്ഞു പോകാതിരുന്നോട്ടെ. അതുവരെയെങ്കിലും ഇവിടുത്തുകാർ പാട്ടുകളുടെ വരികൾക്കിടയിൽ മതവും ജാതിയും തിരയാതെ പാട്ട് ആസ്വദിച്ചോട്ടെ. പിന്നെ പുള്ളി അടിയിൽ ഒരു നോട്ട്, കലയിലും കളിയിലും ജാതിയും മതവും തിരിയുന്നവരോടും വെറും വെറുപ്പ് മാത്രം. ശരിയല്ലേ? പുള്ളി പറഞ്ഞേക്കുന്ന കാര്യം എന്ത് കറക്റ്റല്ലേ? ഓക്കെ. അപ്പൊ ഇതിനൊക്കെ ശേഷം ഇത്രയും വിവാദങ്ങൾക്കൊക്കെ ശേഷം ഇവരെ ഈ ചൊറിഞ്ഞ വർത്താനം, ഈ ശശികലയുടെ ചൊറിഞ്ഞ വർത്താനത്തിനൊക്കെ ശേഷം അവർ തന്നെ നന്ദഗോവിന്ദം ഭജൻസ് തന്നെ അവരുടെ പേജിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. ആ ഒരു പോസ്റ്റ് കൂടെ ഞാൻ ഇവിടെ വായിക്കാം. വിത്ത് റെസ്പെക്ട് ആൻഡ് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ അടുത്തിടെ നടന്ന ഭജനവുമായി ബന്ധപ്പെട്ട ഒരു നിമിഷത്തെ കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്നതായി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പൂർണ്ണമായ വ്യക്തതയോടും ആദരവോടും കൂടി ഇതിനെക്കുറിച്ച് ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടി ഒരു ക്ഷേത്ര പുനർനിർമ്മാണ
പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. വിവിധ രീതികളിൽ നിരവധി ആളുകൾ പിന്തുണച്ച ഒരു സംരംഭം. അതിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഇവരെ നാട്ടിൽ തന്നെയായിരുന്നു ഈ ഒരു പരിപാടി നടന്നിരുന്നത്. അത് അവർ പറയുന്നുണ്ട്. കാരണം അവർ പഠിച്ചു വളർന്ന LKG തൊട്ടേ പഠിച്ചു വളർന്ന പള്ളിയാണത്. അതിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. പൂർണ്ണമായും ഭക്തി ഭാവത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിച്ചത്. യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെ പരിപാടിയുടെ ഭാഗമായി സംഘാടകരുടെയും പ്രേക്ഷകരുടെയും അനുമതിയോടെ ഈ സംരംഭത്തിന് പിന്തുണ നൽകിയവർക്കുള്ള ചെറിയ നന്ദി രേഖപ്പെടുത്തലായി ഞങ്ങൾ ഒരു ഗാനം ആലപിച്ചു. കേട്ടില്ലേ? ഒരു നന്ദി സൂചകമായിട്ട് പാടിയൊരു ഗാനമാണത്. ആരുടെയും വിശ്വാസങ്ങളെയോ വികാരങ്ങളെയോ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇത് ആരെങ്കിലും അസ്വസ്ഥരാക്കിയിട്ടുണ്ടെങ്കിൽ ആ വികാരം ഞങ്ങൾ ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നു. നന്ദഗോവിന്ദം എപ്പോഴും ഭക്തി, ഐക്യം, സംഗീതത്തിലൂടെ ആളുകൾ ഒന്നാകുന്ന ആത്മാവ് എന്നിവയ്ക്ക് നിലകൊണ്ടാണ്. അത് മാറിയിട്ടില്ല. സംഗീതം നന്ദിയും ആദരവും ബന്ധവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായിരുന്നു ആ നിമിഷത്തിന് പിന്നിലുള്ള ഏക ചിന്ത. എല്ലാവർക്കും ആദരത്തോടെ നന്ദഗോവിന്ദം. കാരണം അവർ തന്നെ അതിനകത്തുള്ള ഒരു ഇന്റൻഷൻ അവർ വ്യക്തമാക്കി കഴിഞ്ഞു. അല്ലാതെ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള വർഗീയത കുത്താനോ വിഷം കുത്തി അങ്ങ് വർഗീയത ഉണ്ടാക്കാനെന്നുള്ള പരിപാടിയൊന്നുമില്ല. അത് അവർ ആ പ്രദേശത്തെ ആ പള്ളിക്കാർ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള സഹായങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറിയൊരു നന്ദി സൂചകമായിട്ടൊരു പാട്ട് പാടി. അത് മനോഹരമായിട്ട് ആ നാട്ടിലുള്ള ആളുകളെല്ലാം, ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ ആ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻസ് എന്നോ ഒന്നുമില്ലാതെ എല്ലാവരും ആസ്വദിക്കുകയുണ്ടായി. ആ നാട്ടിലുള്ള എല്ലാവരും. അവർക്കൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇവർക്ക് ഇത്ര കുരുപൊട്ടേണ്ട കാര്യം? ഇനി ഞാനിവിടെ ഒരു വോയിസും കൂടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു. ഓക്കെ? പരസ്പര സഹവർത്തിത്വമല്ലേ നമുക്ക് ആവശ്യം. ഇപ്പൊ ഒന്ന് ആലപിച്ചു എന്ന് കരുതിക്കൊണ്ട് സഹവർത്തിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഹവർത്തിത്വം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണോ സഹവർത്തിത്വം? ആള് പള്ളിയിൽ പോയിട്ട് പിന്നെ ലളിതാ സഹസ്രനാമം ചൊല്ലി വിളക്കുപൂജ നടത്താൻ പറ്റുമോ പള്ളിയില് സഹവർത്തിത്വത്തിന്റെ പേരില്? അല്ലെങ്കിൽ അമ്പലത്തിൽ വീഞ്ഞ ആരാധനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമോ സഹവർത്തിത്വത്തിന്റെ പേരില്? ഒരു ക്ഷേത്ര സന്നിധിയിൽ ഇന്നതേ ആകാവൂ എന്നുണ്ട്. അത് ചെയ്യുക. അത് അംഗീകരിക്കുന്നവരാണ് അവിടെ വരുന്നത്. അത് അംഗീകരിക്കുന്നവരെ അവിടെ വരണ്ടു. ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് ഇതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനലും കൂടെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.